അതെ, ഈ കഴിഞ്ഞ ദിവസം ഒരു അടിപൊളി പോസ്റ്റ് കാണാനിടയായി. അതാണ് എന്റെ ഈ ഒരു വീഡിയോയ്ക്ക് ആസ്പദമായി ഉള്ളത്. സംഭവം ഇങ്ങനെയാണ്. പോസ്റ്റിന്റെ തുടക്കം കേട്ടോളൂ കേട്ടോ. പത്രം വായിച്ചുകൊണ്ടിരുന്ന ഭാര്യ പറയുക, ബാങ്കിൽ ജോലിക്ക് കയറേണ്ടായിരുന്നു എന്ന്. UP സ്കൂളിലെ ടീച്ചറായാൽ മതിയായിരുന്നത്രേ. ആലോചിച്ചപ്പോൾ ശരിയാണെന്ന് തോന്നി. ഒരു UP സ്കൂളിലെ ടീച്ചറുടെ വരുമാനം കൊണ്ട് മാത്രം 4 അംഗങ്ങളുള്ള കുടുംബം എത്ര വലിയ നിലയിലാണ് എത്തിയത്. ആ വാർത്ത നിങ്ങളും കേട്ടതല്ലേ? ഏത് മനസ്സിലായില്ലേ നിങ്ങൾക്ക്? ഇതിപ്പോ ഈ ലോകത്തിലെ എല്ലാ സാമ്പത്തിക വിദഗ്ധരും ഈ സാമ്പത്തിക വൈദഗ്ധ്യം കണ്ടിട്ടേ അങ്ങ് കണ്ണും തള്ളി നിൽപ്പാന്നേ. ഇത്തവണത്തെ സാമ്പത്തിക ശാസ്ത്രത്തിന്റെ നോബൽ പ്രൈസ് പ്രഖ്യാപിച്ചു കഴിഞ്ഞുപോയി. അല്ലെങ്കിൽ അത് കേരളത്തിലേക്ക് വന്നേനെ. നഷ്ടം നഷ്ടം നഷ്ടം, വമ്പൻ നഷ്ടം. ഭർത്താവിന് പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ല. ഈ വടിവാളുകൾക്കിടയിലൂടെ നടക്കുക, ചില പ്രത്യേക ആക്ഷൻ ഒക്കെ കാണിക്കുക, അങ്ങനെ നന്നായി പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾ മുദ്രാവാക്യമൊക്കെ വിളിച്ച് അതങ്ങ് പൂട്ടിക്കുക. ഇതൊക്കെയാണ് ഈ പുള്ളിക്കാരന്റെ കലാപരിപാടികൾ. എന്നിട്ടും 2 മക്കളെ പഠിപ്പിച്ചു കേട്ടോ. അത് ചെറിയ പഠിപ്പിക്കൽ വല്ലോ ആണോ? ഈ സാധാരണക്കാരന്റെ മക്കള് സ്വാശ്രയ കോളേജുകൾക്കെതിരെ തെരുവിൽ കലാപം നടത്തുമ്പോൾ അടിസ്ഥാന മാർക്ക് പോലും ഇല്ലാതിരുന്ന മകനെ സ്വാശ്രയ കോളേജിൽ വിട്ട് പഠിപ്പിച്ചു. പിന്നീട് ഭൂർഷകളുടെ നാടെന്ന് ആരാണ്ടൊക്കെയോ പറയുന്ന നമ്മുടെ ലണ്ടനിൽ വിട്ട് ലക്ഷങ്ങൾ മുടക്കി വീണ്ടും ഒരു പഠിപ്പീര്. മകൾക്കോ പ്രവേശന പരീക്ഷ എഴുതിയാൽ പൊട്ടും എന്ന ഭയം കാരണം പ്രവേശന പരീക്ഷ കൂടാതെ തന്നെ ആൾദൈവം എന്ന് കമ്മ്യൂണിസ്റ്റ് സഖാക്കൾ പരിഹസിക്കുന്ന അമ്മയുടെ സ്വാശ്രയ കോളേജിൽ അങ്ങ് അഡ്മിഷൻ നേടിയെടുത്തു. അവിടെയും വേണമല്ലോ ഏത് ലക്ഷങ്ങൾ ഫീസേ. അതിനിടയിൽ 2500 സ്ക്വയർ ഫീറ്റിന് മുകളിലുള്ള ഒരു വീടും അങ്ങ് വെച്ചൂന്നേ. ഇതെല്ലാം UP സ്കൂളിലെ ടീച്ചറുടെ ശമ്പളം കൊണ്ടാണ് കേട്ടോ. ഇനി നിങ്ങൾ ഞെട്ടിയോ? അയ്യോ, ഞെട്ടല്ലേ ഞെട്ടല്ലേ ഞെട്ടല്ലേ, ഇനി വരാൻ കിടക്കുന്നതേ ഉള്ളൂന്നേ. ഇനി ടീച്ചർ റിട്ടയർ ആയപ്പോൾ കിട്ടിയ പണം കൊണ്ട് മകൾക്ക് ഒരു IT കമ്പനി തന്നെ അങ്ങ് സ്ഥാപിച്ചു കൊടുത്തു. കേരളത്തിൽ കമ്മ്യൂണിസ്റ്റുകാരുടെ നോക്കുകൂലിയും പിടിച്ചുപറിയും ഉള്ളത് കൊണ്ട് അങ്ങ് കർണാടകയിലാണ് മകൾക്ക് കമ്പനി നിർമ്മിച്ചു കൊടുത്തത് കേട്ടോ. എത്ര സ്നേഹമുള്ള മാതാപിതാക്കൾ അല്ലയോ? അല്ല, ഒരു സംശയം മാത്രമാണ് കേട്ടോ. ഈ കമലമ്മ ടീച്ചറിന് ലഭിച്ച പെൻഷൻ ആനുകൂല്യങ്ങളൊക്കെ എത്രയാകും? അയ്യോ, കമല എന്ന പേര് വല്ലതും ഞാൻ ഇതിന്റെ ഇടയ്ക്ക് പറഞ്ഞായിരുന്നോ? അയ്യോ, അതല്ല കേട്ടോ, അതല്ല മറ്റേ കമലയൊന്നും അല്ല. നമ്മുടെ ഇനി 2019 ശമ്പളവും പെൻഷനും അവസാനമായി പരിഷ്കരിച്ചത്. അതനുസരിച്ച് 25 വർഷം സർവീസ് ഉള്ള ഒരു സ്കൂൾ ടീച്ചർക്ക് പരമാവധി 47 ലക്ഷം രൂപ പെൻഷൻ ആനുകൂല്യമായി ലഭിക്കുന്നതാണ്. മുഖ്യമന്ത്രിയുടെ ഭാര്യ വിരമിച്ചിട്ട് ഏകദേശം 15 വർഷത്തോളമായി. അയ്യോ, മുഖ്യമന്ത്രിയല്ല, അതങ്ങ് മാച്ചു കളഞ്ഞേക്ക് കേട്ടോ, മാച്ചു കളഞ്ഞേക്ക്. മറ്റേ ഭർത്താവില്ലേ, അത് തന്നെ. അപ്പോൾ പുള്ളിക്കാരി വിരമിച്ചിട്ട് ഏകദേശം 15 വർഷത്തോളമായി. അന്നത്തെ പെൻഷൻ ചട്ടങ്ങൾ പ്രകാരം 15 വർഷം മുമ്പ് വിരമിച്ച സ്കൂൾ ടീച്ചറിന് പരമാവധി പെൻഷന്റെ ആനുകൂല്യമായി ലഭിക്കുക ഏകദേശം ഒരു 25 ലക്ഷം രൂപയാണ്. 7 ബാങ്ക് അക്കൗണ്ടുകളിലായി 20 ലക്ഷം രൂപയുടെ ഫിക്സഡ് ഡെപ്പോസിറ്റും 9 ലക്ഷം രൂപയുടെ വിവിധ നിക്ഷേപങ്ങളും കമലയുടെ പേരിലുണ്ടെന്ന് മുഖ്യമന്ത്രി തിരഞ്ഞെടുപ്പ് കമ്മീഷന് സമർപ്പിച്ച ആ രേഖയിൽ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. ഓയ് മറ്റേ കേക്ക് പോലെ ഭാര്യയുടെ പെൻഷൻ കൊണ്ടാണ് മകൾ കമ്പനി തുടങ്ങിയതെന്ന നമ്മുടെ മുഖ്യമന്ത്രിയുടെ ആ വാദയില്ലേ, അത് ഇവിടെ പൊളിയുകയാണ് സുഹൃത്തുക്കളെ. സംഭവം അസത്യമാണെന്ന് മേൽക്കണക്കുകളിൽ നിന്നെല്ലാം വ്യക്തമായില്ലേ? ഇനി ഇതൊക്കെ പോട്ടെ, കമ്പനി സ്ഥാപിച്ചു എങ്കിലും അത് വെറും കടലാസായിരുന്നു എന്നാണ് ഈ കുത്തക മുതലാളിമാരും നമ്മുടെ അമേരിക്കൻ ചാര സംഘടനയും ഒക്കെ പ്രചരിപ്പിക്കുന്നതെന്നേ. ഈ വടിവാളിന്റെ ഇടയിലൂടെ നടന്ന ആളിന്റെ അഴിമതിപ്പണമൊക്കെ വെളുപ്പിക്കാനുള്ള കടലാസ് കമ്പനിയാണത്രേ. ശിവ എന്ത് പറയാൻ. മകൾ മൈക്രോസോഫ്റ്റിനെ വെല്ലും വിധം അങ്ങ് വളർന്നേ. മൈക്രോസോഫ്റ്റിന് വില പറഞ്ഞു എങ്കിലും 19.50 രൂപയുടെ കുറവ് വന്നതോടെ മൈക്രോസോഫ്റ്റിനെ ഏറ്റെടുക്കാൻ കഴിഞ്ഞില്ല അവർക്ക്. അല്ലെങ്കിൽ മൈക്രോസോഫ്റ്റ് ഇന്ന് ഇന്ത്യയിൽ വീണ മീട്ടിയേനെ മക്കളെ. പക്ഷേ
മൈക്രോസോഫ്റ്റിന്റെ ഉൽപ്പന്നങ്ങൾ എല്ലാം നമ്മുടെ UP സ്കൂളിലെ ടീച്ചറുടെ മകളുടെ നിയന്ത്രണത്തിലായി കേട്ടോ. എക്സൽ ആണെങ്കിലും പവർ പോയിന്റ് ആണെങ്കിലും വേർഡ് ആണെങ്കിലും ലോകത്ത് ആരുപയോഗിച്ചാലും പണം മകൾക്ക് കൊടുക്കണം. മൈക്രോസോഫ്റ്റ് ആണ് MS ഓഫീസ് കണ്ടുപിടിച്ചതെങ്കിലും നിയന്ത്രണം ഇപ്പോൾ അവർക്ക് നഷ്ടമായിരിക്കുകയാണ്. ഈ MS ഓഫീസ് കണ്ടുപിടിച്ച മൈക്രോസോഫ്റ്റ് ആണ് സേവനം നൽകുന്നതെങ്കിൽ 10,000 രൂപയ്ക്ക് ചിലപ്പോൾ സേവനം കിട്ടിയേക്കും. പക്ഷേ UP സ്കൂൾ ടീച്ചറുടെ മകളുടെ കമ്പനി അതേ സേവനം നൽകിയാലേ നിരക്ക് കോടികളാണത്രേ. എന്തു പറയാൻ, മകൾ ചറപറ കമ്പനികൾ അങ്ങ് സ്ഥാപിക്കുകയാണ്. അവസാനം അത് കാനഡയിൽ വരെ അങ്ങ് എത്തി നിൽക്കുകയാണ്. അപ്പോഴാണ് ഫാസിസം തല പോകുന്നത്. സ്വന്തം കഴിവുകൊണ്ട് ഉയർന്നു വന്ന ഒരു യുവ വ്യവസായിയെ ഫാസിസ്റ്റ് സർക്കാർ വളഞ്ഞിട്ട് അങ്ങ് ആക്രമിച്ചുന്നേ. യുവതിയുടെ കമ്പനി കടലാസ് കമ്പനിയാണെന്നും മാസപ്പടി വാങ്ങുന്നുവെന്നും പ്രത്യേക ആക്ഷൻ കാണിക്കുന്ന ആളിന്റെ അഴിമതിപ്പണം വെളുപ്പിക്കലിന് വേണ്ടിയുള്ള കമ്പനിയാണ് ഈ യുവതിയുടേതെന്നൊക്കെയാണ് ഈ ഫാസിസ്റ്റ് സർക്കാരും അതുപോലെ തന്നെ നമ്മുടെ ബൂർഷ്വാ കോടതിയും ഒക്കെ പറയുന്നത്. എന്ന് എന്ത് പറയാനാ. ഈ ബൂർഷ്വാ കോടതിയെ തോൽപ്പിക്കാൻ യുവതി സുപ്രീം കോടതി വക്കീലിനെ കൊണ്ടുവന്നിട്ടും രക്ഷപ്പെട്ടിട്ടൊന്നുമില്ല കേട്ടോ. സുപ്രീം കോടതി വക്കീലിനെ കൊണ്ടുവരാൻ യുവതി മുടക്കിയത് വെറും 1.35 കോടി രൂപ മാത്രമാണ്. അതും അമ്മയായ UP സ്കൂൾ ടീച്ചറുടെ പെൻഷൻ പണം ആയിരിക്കുമല്ലോ. അങ്ങനെ വേണമല്ലോ നമ്മൾ കരുതാനേ. സൗജന്യ റേഷൻ കിട്ടിയില്ലെങ്കിൽ വീട്ടിൽ അടുപ്പ് പുകയാത്ത യുവജന വിപ്ലവ വീരന്മാർ ഉള്ളത് കൊണ്ട് യുവതിക്ക് വളരെ ആശ്വാസമുണ്ട്. അവന്മാർ ഈ യുവതിക്ക് വേണ്ടി മുട്ടിലിഴഞ്ഞു കിടന്ന് തന്നെ ന്യായീകരണം അങ്ങ് നടത്തി പോകുന്നുണ്ട്. എന്തായാലും UP സ്കൂൾ ടീച്ചർക്ക് IT കമ്പനി തുടങ്ങാനും വക്കീലിന് കൊടുക്കാൻ 1.35 കോടി രൂപയും മക്കളെ സ്വാശ്രയ കോളേജിലും വിദേശത്തും ഒക്കെ വിട്ട് പഠിപ്പിക്കാനും 2500 സ്ക്വയർ ഫീറ്റ് വീട് വെക്കാനും ഒക്കെ സാധിക്കുന്ന രീതിയിൽ ശമ്പളവും പെൻഷനും ഒക്കെ ഉണ്ട് എന്നത് ഇപ്പോഴാണ് ഞങ്ങൾ അറിഞ്ഞത്. എന്തായാലും ഇതൊന്നും ഞാൻ അറിഞ്ഞിരുന്നില്ല, നേരത്തെ ആരും പറഞ്ഞതുമില്ലെന്നേ. എന്തായാലും ഇപ്പോഴുള്ള ഈ ജോലിയൊക്കെ രാജിവെച്ചിട്ടേ അങ്ങ് UP സ്കൂളിലെ ടീച്ചറാകാനുള്ള ശ്രമത്തിലാണ് ഇപ്പൊ ഞാൻ മാത്രമല്ല കേരളത്തിലെ തന്നെ ലക്ഷക്കണക്കിന് ചെറുപ്പക്കാരുടെ ഇനിയുള്ള ഒരേ ഒരു ലക്ഷ്യം എങ്ങനെയും UP സ്കൂൾ ടീച്ചർ ആകുക എന്നത് തന്നെയാകും. എല്ലാവർക്കും മാർഗദീപമായ ടീച്ചറെ അങ്ങേക്കെന്റെ നമോവാകം. അതെ, ഇത് പറയാതിരിക്കാൻ എന്നെ കൊണ്ട് പറ്റുന്നില്ലെന്നേ. ഇത്രയും പറഞ്ഞിട്ട് അങ്ങന്റെ നാവ് ചൊറിഞ്ഞു വരുക പറയാം അല്ലേ. ഇത്രയും നേരം ഞാൻ ഇങ്ങനെ പിടിച്ചു നിന്നതാ. ആ ഭാര്യ കമലയുടെ പെൻഷൻ പണം കൊണ്ടാണ് വീണ IT കമ്പനി തുടങ്ങിയതെന്ന പിണറായി വിജയന്റെ നിയമസഭയിലെ ആ വെളിപ്പെടുത്തലില്ലേ, ഹോ അതൊരു 1.5 വെളിപ്പെടുത്തൽ തന്നെ ആയിപ്പോയി എന്റെ സഖാവേ. ട്രോളന്മാർക്ക് കുശാൽ എന്നല്ലാതെ എന്തു പറയാൻ. എന്നെ ഒന്നും ഞാൻ ഈ കൂടുതൽ ഉദ്ദേശിച്ചിട്ടേ ഇല്ല കേട്ടോ.